നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓണക്കാലത്ത് മുഴുവൻ കാർഡുടമകൾക്കും മാവേലി സ്റ്റോർ വഴി 25 രൂപയ്ക്ക് 20 കിലോ അരി കൂടി ലഭ്യമാക്കുമെന്ന് മന്ത്രി GR അനിൽ. എളേറ്റിൽ, വട്ടോളി, കൈതപ്പൊയിൽ മാവേലി സൂപ്പർ സ്റ്റോറുകളുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. മുമ്പ് സാധ്യമാകാത്ത പദ്ധതികൾ ഈ ഓണക്കാലത്ത് സർക്കാർ സാധ്യമാക്കുമെന്നും ന്യായവിലയ്ക്ക് സാധനങ്ങൾ ലഭ്യമാക്കുമെന്നും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ. കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്ത് എലോറ്റിൽ വട്ടോളി മാവേലി സ്റ്റോർ മാവേലി സൂപ്പർ സ്റ്റോറാക്കി ഉയർത്തിയതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നിലവിൽ ലഭിക്കുന്ന 8 കിലോ അരിക്ക് പുറമെ 25 രൂപയ്ക്ക് 20 കിലോ അരി ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK സാജിദത്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് VK അബ്ദുറഹിമാൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ മംഗലാട്ട് മുഹമ്മദ് മാസ്റ്റർ, വഹീദ കയ്യാലശ്ശേരി, ജസ്ന അസയിൽ, സപ്ലൈകോ റീജിയണൽ മാനേജർ ഷെൽജി ജോർജ്, പഞ്ചായത്ത് അംഗങ്ങളായ റസീന ടീച്ചർ, KK ജബ്ബാർ മാസ്റ്റർ, മുഹമ്മദ് അലി, KP വിനോദ് കുമാർ, പ്രിയങ്ക കരൂഞ്ഞിയിൽ, ജില്ലാ സപ്ലൈ ഓഫീസർ KK മനോജ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പുതുപ്പാടി ഗ്രാമപഞ്ചായത്തിലെ കൈതപ്പൊയിൽ മാവേലി സൂപ്പർ സ്റ്റോറിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നജ്മുന്നീസ ഷരീഫ് അധ്യക്ഷത വഹിച്ചു. കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിജു ഐസക്, ജില്ലാ പഞ്ചായത്ത് അംഗം അംബിക മംഗലത്ത്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംല അസീസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബുഷ്ര ഷാഫി, വാർഡ് മെമ്പർമാരായ രാധ ടീച്ചർ, ഉഷ വിനോദ്, സംഘാടക സമിതി ചെയർമാൻ CA മുഹമ്മദ്, താലൂക്ക് സപ്ലൈ ഓഫീസർ C സന്തോഷ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കുട്ടികളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വിലയിരുത്തുന്നതിനായി ജില്ലാതല ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി യോഗം ചേർന്നു. ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വാർഡ് തല ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി യോഗം ചേരാനും സ്കൂൾ കൗൺസിലർമാരില്ലാത്ത സ്വകാര്യ സ്കൂളുകൾ ഉൾപ്പെടെയുള്ളവയിൽ കൗൺസിലർമാരെ നിയമിക്കാനും നിർദ്ദേശിച്ചു. സുരക്ഷിതമല്ലാത്ത ട്യൂഷൻ സെന്ററുകളുടെ കെട്ടിടങ്ങൾ പഞ്ചായത്ത് തല ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റികൾ പരിശോധിക്കണം. കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താനും സ്കൂളുകളിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ ബോർഡും നമ്പറും സ്ഥാപിക്കാനും കലക്ടർ നിർദ്ദേശിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് അങ്കണവാടി, ക്രഷുകൾ എന്നിവിടങ്ങളിൽ സൗകര്യമൊരുക്കാനുള്ള നടപടികൾ പരിശോധിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. യോഗത്തിൽ SSK DPO PN അജയൻ, DLO MC സിനി, DCPC പ്രോഗ്രാം ഓഫീസർ PP അനിത, DDEK ശിവദാസൻ, DPO സുധീഷ് എന്നിവർ പങ്കെടുത്തു. CWRDM പഠന റിപ്പോർട്ട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പ്രകാശനം ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പ്രാദേശിക പ്രവർത്തനത്തിൽ പുതിയ ചുവടുവെപ്പായി കോഴിക്കോട് വേങ്ങേരിയിലെ മേട എന്ന വീടിന് കാർബൺ സന്തുലിത ഭവന പദവി നൽകി. സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് കേരളത്തിൽ ഔദ്യോഗികമായി കാർബൺ സന്തുലിത പദവി ലഭിക്കുന്ന ആദ്യത്തെ വീടാണ് വേങ്ങേരിയിലെ മേട. മേട കാർബൺ സന്തുലിത ഭവന റിപ്പോർട്ടിന്റെ പ്രകാശനം മേയർ നിർവഹിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ ശാസ്ത്രബോധത്തിന്റെ വിത്ത് പാകിയതെന്ന് മേയർ പറഞ്ഞു. CWRDM എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മനോജ് P സാമുവൽ അധ്യക്ഷനായി. CWRDM ശാസ്ത്രജ്ഞ ഡോക്ടർ KV ശ്രുതി, പരിഷത്ത് മുൻ പ്രസിഡന്റ് ഡോക്ടർ K ശ്രീധരൻ, ശാസ്ത്രജ്ഞരായ ഡോക്ടർ ആശിഷ് K ചതുർവേദി, ഡോക്ടർ ബാബു പറമ്പത്ത് എന്നിവർ സംസാരിച്ചു. എയ്ഡ്സ് ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി യൂത്ത് ഫെസ്റ്റ് 2025 എന്ന പേരിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി മാരത്തോൺ മത്സരം സംഘടിപ്പിച്ചു. ജില്ലാ ആരോഗ്യ വകുപ്പും എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും NSSഉം ചേർന്ന് സംഘടിപ്പിച്ച മത്സരം ടൗൺ പോലീസ് സ്റ്റേഷൻ SHO P ജിതേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ എയ്ഡ്സ് കൺട്രോൾ നോഡൽ ഓഫീസർ ഡോക്ടർ KV സ്വപ്ന ബോധവൽക്കരണ സന്ദേശം നൽകി. ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ റോയി ജോൺ, NSS പ്രോഗ്രാം നോഡൽ ഓഫീസർ ലിജോ ജോസഫ്, ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ ഡോക്ടർ L ഭവില, ഡോക്ടർ KT മൂസിൻ, പ്രിൻസ് M ജോർജ്, NT പ്രിയേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം.
സർക്കാർ എയ്ഡഡ് സ്വാശ്രയ സ്ഥാപനങ്ങളിൽ ഡിപ്ലോമ ഇൻ എലമെന്ററി എഡ്യൂക്കേഷൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ആഗസ്റ്റ് 11 വൈകിട്ട് 5 വരെ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് അപേക്ഷ സമർപ്പിക്കാം. വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഫോൺ 0495 2722 297. മേലടി ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ജീപ്പ് അല്ലെങ്കിൽ കാറ് വാടകയ്ക്ക് നൽകാൻ കൊട്ടേഷൻ ക്ഷണിച്ചു. പ്രതിമാസം 2000 കിലോമീറ്റർ ഓടുന്നതിനുള്ള ഇന്ധനം, ഡ്രൈവറുടെ വേതനം, മറ്റ് ചെലവുകൾ ഉൾപ്പെടെ തുക രേഖപ്പെടുത്തിയ കൊട്ടേഷൻ, ലൈസൻസ്, RC ബുക്ക് എന്നിവയുടെ പകർപ്പ് സഹിതം ഓഗസ്റ്റ് 11 രാവിലെ 11 ഓഫീസിൽ നൽകണം. ഫോൺ 0496 260 2031. കൊയിലാണ്ടി താലൂക്കിലെ ശ്രീ ഉരുപുണ്യകാവ് ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ പാരമ്പര്യേതര ട്രസ്റ്റി നിയമനത്തിന് അർഹരായ തദ്ദേശവാസികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഓഗസ്റ്റ് 27 വൈകിട്ട് 5 കോഴിക്കോട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ അപേക്ഷ ലഭിക്കണം. അപേക്ഷാ ഫോം സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ഫോൺ 0495 237 4547. സർക്കാരിലേക്ക് കണ്ടുകെട്ടി ഉത്തരവായതും പൊതുലേലം ചെയ്ത് വിൽക്കാൻ അനുമതി ലഭിച്ചതുമായ കോഴിക്കോട് എക്സൈസ് ഡിവിഷനിലെ 128 അബ്കാരി കേസുകളിലെ വാഹനങ്ങളും 26 NDPS കേസുകളിലെ വാഹനങ്ങളും ആഗസ്റ്റ് 21 രാവിലെ 11 കോഴിക്കോട് താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ലേലം ചെയ്യും. വിവരങ്ങൾ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ഫോൺ 0495 237 2927. പേരാമ്പ്ര ഗവൺമെന്റ് ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കോപ്പ ട്രേഡുകളിലെ വനിതാ സംവരണ സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം ആഗസ്റ്റ് 8 ഉച്ചയ്ക്ക് 2 മുമ്പ് നേരിട്ട് അപേക്ഷിക്കണം. ഫോൺ 9400 127797. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.